ഹായ് ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? രാവിലെ തന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡും ഇല്ലായിരുന്നു. എന്നാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ വന്നത്. ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ഞാൻ നല്ല തുമ്മലും ജലദോഷമൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് മാറിയിരിക്കുന്നതേ. സ്കൂളുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ പിന്നെ രാവിലെ എണീക്കേണ്ടതായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ലേറ്റായിട്ട് എണീറ്റ് ഒരു 6:50 ആയപ്പോഴാണ് ഇന്ന് എണീറ്റ് വന്നത് ഞാൻ. അപ്പോൾ പിന്നെ രാവിലെ എളുപ്പത്തിന് പുട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പുട്ടാകുമ്പോൾ പിന്നെ വേഗം ഉണ്ടാക്കാമല്ലോ. അതുമല്ല, രണ്ടുപേർക്കും പുട്ട് ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് കിച്ചണിലേക്ക് വന്നിട്ടുണ്ടേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തേങ്ങ അങ്ങ് തിരുവി വെച്ചു. അപ്പോൾ പുട്ടായ സ്ഥിതിക്ക് എന്തായാലും ഇവിടെ എന്താണെന്ന് അറിയാമല്ലോ, ഇക്കാക്ക് പഴകഞ്ഞി തന്നെ വേണം. അപ്പോൾ പിന്നെ പുട്ടിന് തേങ്ങ തിരുവുന്നതിൻ്റെ കൂടെ ഞാൻ ചമ്മന്തിക്ക് കൂടെ തേങ്ങ തിരുവിയേ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ ചമ്മന്തിയും കൂടെ ആക്കി. പുട്ടടുപ്പിലേക്ക് വെച്ചിട്ട് ഞാൻ ചമ്മന്തി ആക്കിയിട്ട് ഇതാ ഉണക്കമീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേ. അപ്പോഴേക്കും ഇതാ പുട്ടൊക്കെ ആയി. അപ്പോൾ സാസിൻ ബ്രഷൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ അവൻ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് പോയി. ഒരു ഏത്തപ്പഴവും പുട്ടും പഞ്ചസാരയൊക്കെ കൊടുത്തപ്പോഴത്തേന് അവൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ചായ റെഡിയാക്കണം. അപ്പോൾ കട്ടൻ ചായയാണ് ഇന്ന് രാവിലെ, പാൽ ചായ ഞാൻ വെക്കുന്നില്ല. അപ്പോൾ കട്ടൻ ചായക്ക് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേയിലയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. അവൻ പുട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുളിച്ചിട്ട് വരുമ്പോഴേക്കും പിന്നെ കട്ടൻ ചായ കുടിക്കുന്നത് അപ്പോഴാണ് കേട്ടോ. അപ്പോഴത്തേനും തണുത്ത് കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ എന്താ മീൻ പൊരിക്കാനായിട്ട് വെക്കുന്നുണ്ടേ. ഉണക്കമീൻ എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടുത്തെ നങ്ക്, അതായത് നമ്മുടെ മാന്തളാണ് ഉണക്കമീനായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ട് എണ്ണ ഒഴിച്ച് മീൻ പൊരിക്കാനായിട്ടങ്ങ് വെച്ചേ. പിന്നെ കുടിക്കാനുള്ള വെള്ളവും എല്ലാം ചൂടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് കൂടെ ഞാൻ എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ ചായ ഇരുന്നേ കുടിക്കാറുള്ളൂ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനാണ് പുട്ടെല്ലാം റെഡിയായി. അപ്പോൾ പുട്ട് തന്നെ അവന് ലഞ്ചിന് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറ് ഇന്നലെ വെച്ചത് ഒരുപാട് വെന്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് കൊടുത്തു വിടാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ ഞാൻ ലേറ്റായിട്ട് എണീറ്റത്. അപ്പോൾ പുട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ലഞ്ചിന് കൊടുത്തു വിടുകയും ചെയ്യാം, ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലേറ്റായിട്ട് എണീറ്റ് പുട്ട് തന്നെ ഉണ്ടാക്കിയത്. അങ്ങനെ ദാ ലഞ്ചിന് ഞാൻ പുട്ട് തന്നെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ പഴം അവൻ്റെ അടുത്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ പഴം വാങ്ങിച്ച് കഴിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെ സ്നാക്സിന് ബിസ്ക്കറ്റും എടുത്ത് വെച്ച് ബാക്കിയുള്ള ബിസ്ക്കറ്റെല്ലാം ഞാൻ ടിന്നിലാക്കി വെക്കുന്നുണ്ടേ. അപ്പോൾ ജീരകവെള്ളം അവന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ആയുർവേദന എടുത്തിട്ട് നല്ല ടയേർഡായിരുന്നു ആൾ. അങ്ങനെ ഇന്നലെ ലീവായിരുന്നു. ഇന്നങ്ങനെ വീണ്ടും പോവുകയാണ് സ്കൂളിലേക്ക്. ആനുവൽ ഡേ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇന്ന് സ്കൂളിലേക്ക് പോകുന്ന ദിവസമാണ്. അപ്പോൾ അവൻ കുറച്ച് നേരത്തെ തന്നെ പോകാമെന്ന് വിചാരിച്ചു, കാരണം പഴമൊക്കെ വാങ്ങിക്കാനുള്ളതല്ലേ. അങ്ങനെ അവൻ കുറച്ച് 8:15 ആയപ്പോഴത്തേന് തന്നെ അവൻ പോയി. അങ്ങനെ ലഞ്ചും സ്നാക്സും വെള്ളവും എല്ലാം റെഡി ആയിട്ടുണ്ടേ. ഞാൻ ലഞ്ചും സ്നാക്സും എല്ലാം ആക്കുമ്പോഴേക്കും അവൻ റെഡിയായി വരും. പിന്നെ അവൻ ഷൂസൊക്കെ ഇട്ട് പിന്നെ ബാഗും കൊണ്ട് അവൻ തനിയെ പൊക്കോളേ. അങ്ങനെ അവൻ പോയി കഴിയുമ്പോഴത്തേന് അടുത്ത ജോലി നമ്മളെ കുഞ്ഞിനെ എണീപ്പിക്കലാണേ. കുഞ്ഞിൻ്റെ അടുത്ത് എണീക്കാൻ പറഞ്ഞിട്ട് ഒരു അരമണിക്കൂറായി, ഇതുവരെ എണീറ്റിട്ടില്ല. പിന്നെ ഞാനും കൂടെ ഒന്ന് അടുത്ത് നിന്ന് കിടന്നിട്ട് അവനെ എണീപ്പിക്കാമെന്ന് വിചാരിച്ചതാ ആവുന്ന കണക്ക് ഞാൻ വിളിച്ചു നോക്കി, ഒരു വിധത്തിൽ എണീക്കുന്നില്ല. അങ്ങനെ കണ്ണൊക്കെ തുറന്ന് നോക്കിയിട്ട് പറഞ്ഞ് ഇന്ന് സ്കൂളിൽ പോകണോ എന്നാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ സ്കൂളിൽ പോവാതെ സ്കൂളിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് ചാടി എണീപ്പിക്കാൻ നോക്കിയിട്ട് ഒരു വിധത്തിൽ എണീക്കുന്നില്ലായിരുന്നു ആളെ. കണ്ണ് തുറന്ന ഉടനെ അവൻ പറയുന്നത് ഇന്ന് ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്നാണ്. പഠിക്കാനും എഴുതാനും എല്ലാം ഇഷ്ടമാണ്, പക്ഷേ എന്താ സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല. എപ്പോഴും വീട്ടിൽ നിൽക്കണം, എന്നോട് നിൽക്കണം, അല്ലെങ്കിൽ വീട്ടിൽ വെളിയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങണം, അതാണ് അവനിഷ്ടം. അങ്ങനെ എൻ്റെ അടുത്ത് രാവിലെ മുതലേ കരച്ചിലൊക്കെ തുടങ്ങി, സ്കൂളിൽ പോകുന്നില്ല എന്നും പറഞ്ഞ്. അങ്ങനെ എന്നെയും കൊണ്ട് സമ്മതിപ്പിച്ച് അങ്ങനെ വീട്ടിൽ നിന്നിട്ടുണ്ടേ. അപ്പോൾ പുട്ട് കഴിക്കാൻ പഴമില്ലാത്തതുകൊണ്ട് അങ്ങനെ പോയി കടയിൽ പോയി വാപ്പച്ചീരെ കൂടെ പോയി പഴമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പുട്ട് ആണെങ്കിലും എല്ലാ സാധനവും കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പുട്ടും പഞ്ചസാരയും പഴവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാൻ എൻ്റെ അടുത്ത് വന്നതെന്ന് കുറേ നേരം കൊണ്ടേ പറഞ്ഞ്. അങ്ങനെ വന്ന് ഞാൻ പുട്ടിന് ഞാൻ എല്ലാം മിക്സ് ചെയ്ത് പഴമെല്ലാം മിക്സ് ചെയ്ത് അവന് കൊടുക്കുന്നുണ്ടേ. ഞാൻ കൊടുത്തിട്ട് അവൻ്റെ കൂടെ ഞാനും കഴിക്കാനങ്ങ് ഇരുന്ന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. ഇക്കയും പഴങ്കഞ്ഞി കഴിക്കാനങ്ങ് ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാനൊരു അരമണിക്കൂർ ഫോണിലൊക്കെ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എണീക്കും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ പാത്രം കഴുകാൻ കുറേ ആവും കേട്ടോ. പുട്ടുണ്ടാക്കിയതും ഇന്ന് ഞാൻ അവൻ പോയതിന് ശേഷം പിന്നെ ഞാൻ അനാൻകുട്ടിനെ വിളിക്കാനായിട്ട് നേരെ കയറിയിട്ടുണ്ടായിരുന്നു, അവൻ എണീക്കാത്തതുകൊണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പാത്രം കഴുകാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവനെ എണീപ്പിച്ച് ബ്രഷൊക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ എല്ലാ പാത്രങ്ങളും കഴുകാൻ നിൽക്കുന്നതേ. അങ്ങനെ എല്ലാ പാത്രങ്ങളും ഞാൻ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് കൊണ്ടുവന്ന് പിന്നെ ഞാൻ എല്ലാം അങ്ങ് കഴുകി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഈ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞിട്ടാണ് ഞാൻ അരി ഇടാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ പാത്രം കഴുകുകയാണ് ഏറ്റവും വലിയ പണി. അപ്പോൾ തലേന്നത്തെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അങ്ങനെ അതും എല്ലാം ഞാൻ ക്ലീനാക്കി വെക്കുന്നുണ്ട്. അതിനിടയിൽ എൻ്റെ ബാക്കിൽ കാണാം ഒരാൾ അവിടെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ.
കൂടെ കൂടെ എന്നെ വന്ന് എത്തി നോക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാനും വരും. കൂടെ വന്നിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ പ്രത്യേകിച്ച് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരാൾ വരും. സത്യം പറഞ്ഞാൽ എനിക്കൊരു കൂട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അവൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഉച്ചയ്ക്കൊക്കെ അല്ലേ വരുന്നത്, അതുവരെ ഞാൻ ഒറ്റയ്ക്കാണ്. പിന്നെ ഞാൻ ഇങ്ങനെ നിന്ന് എന്തെങ്കിലുമൊക്കെ ജോലിയും ചെയ്ത് അല്ലെങ്കിൽ ഫോണിലൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നാണ് എൻ്റെ സമയം പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവൻ വരുമ്പോഴത്തേന് ഇവൻ്റെ കാറ്റയും പറച്ചിലും എല്ലാം കൂടെ ആകുമ്പോഴത്തേന് എനിക്കൊരു ആൾ കൂട്ടിനാവും കേട്ടോ. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞിട്ട് ചോറുകലവും കഴുകി ചോറിന് വെള്ളം അടുപ്പത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കലമെല്ലാം കഴുകിയും എടുക്കുന്നുണ്ടേ. ഇത്രയും വലിയ കലം വെക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് നിറച്ച് ചോറ് വെക്കുമെന്ന്. അങ്ങനെയല്ല, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുമുണ്ട് ഇങ്ങനെ കലങ്ങൾ ഇത്രയും വലിയ കലം വെക്കുന്നത് എന്തിനാണെന്ന്. അപ്പം ഇവിടെ ഉള്ള കലത്തിൽ വലിയ കലം നോക്കിയിട്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ പിറ്റേത്തേക്കും വേണ്ടിയിട്ടുള്ള ചോറ് ഞാൻ സ്കൂളിൽ കൊണ്ടുള്ള ചോറ് ഞാൻ ഇതിനകത്ത് തന്നെ ആക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു പകുതി കലത്തിൻ്റെ പകുതി മാത്രമേ ചോറ് ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ ആ വെള്ളം പിടിച്ച് ഞാൻ വെളിയിലോട്ട് കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ ആ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഗ്യാസും കിച്ചണും എല്ലാം ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടേ. അതിന് ശേഷം ഇനിയുള്ള പണികൾ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിനൊക്കെ ഞാൻ എല്ലാം റെഡിയാക്കി വെക്കാറുള്ളൂ. അല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ ചോറ് വെക്കാനായിട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ടേ. ഞാൻ അന്നുള്ള ചാമ്പൽ വാരാറില്ല. തലേന്നത്തെ ചാമ്പൽ പിറ്റേന്ന് രാവിലെയാണ് ഞാൻ വരാറുള്ളത് കേട്ടോ. വാരി ഞാൻ ആ ബക്കറ്റിലേക്ക് ഇടും. പിന്നെ കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ ചാരം ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ചൂടല്ലേ, അധികം അങ്ങനെ ചാരം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടിയെല്ലാം നശിച്ചു പോകും. അതുകൊണ്ട് പിന്നെ അധികം ഇടാറില്ല. പിന്നെ പുറത്ത് എവിടെയെങ്കിലും കൊണ്ട് തട്ടാറാ പതിവ്. അങ്ങനെ ചാരമെല്ലാം വാരിയിട്ട് അടുപ്പ് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. അടുപ്പ് കത്തിക്കാൻ ഞാൻ ഈ റബ്ബറിൻ്റെ വിറക് തന്നെ ഉപയോഗിക്കുന്ന. അതിൻ്റെ മുകളിലേക്ക് പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ട് അത് കത്തുന്നവരെ മാറി നിൽക്കും. എന്നിട്ട് അതെല്ലാം കത്തി കഴിഞ്ഞിട്ട് പിന്നെ കലം കൊണ്ട് വെക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് അത് വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടി അകത്തുണ്ട്. അനാങ്കുട്ട ഇന്ന് പുട്ടായതുകൊണ്ട് തന്നെ എല്ലാം വാരി തറയിലിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത്. അപ്പോൾ ആ നേരത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനാങ്കുട്ട ഒന്ന് പോയി ഫ്രിഡ്ജിൽ മീൻ എടുത്തുകൊണ്ട് വരുമോ, മീൻ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ മീനിൻ്റെയും പേര് ചോദിച്ചിട്ടൊക്കെ ആൾ പോയത്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആളെല്ലാം മറന്നു പോകും കേട്ടോ. പിന്നെ അവിടുന്ന് വിളിച്ച് ചോദിക്കും എന്ത് മീനാണെന്ന്. അങ്ങനെ 2 മീനും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ. കണവയും ഇവിടുത്തെ കടുവ എന്ന് പറയും. നമ്മളെ കൊല്ലത്തൊന്നും കിട്ടാറില്ല. ഇവിടെ കാസർഗോഡത്തെ ഒരു സ്പെഷ്യൽ മീനാണ്. അങ്ങനെ അത് കൊണ്ടുവന്നിട്ടുണ്ടേ. അപ്പോൾ മീൻ വെള്ളത്തിലിട്ടതിന് ശേഷം വേറെ എന്ത് കറി ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ചേമ്പും ഉരുളക്കിഴങ്ങും മുരിങ്ങയ്ക്കൊക്കെ ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ പിന്നെ ഒരു അവിയലങ്ങ് വെച്ചാലാന്ന് വിചാരിച്ചു. അങ്ങനെ അനാങ്കോട്ടിൻ്റെ അടുത്ത് തേങ്ങയും കൂടെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓടിപ്പോയി തേങ്ങയും കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇവ നിന്നതുകൊണ്ട് എനിക്ക് ഈ 2 പണി എളുപ്പമായി. അല്ലെങ്കിൽ ഈ തേര് കയറി മുകളിൽ പോകുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ പാട്. ഇവനുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനത്തെ പണികളൊക്കെ എനിക്ക് ചെയ്തു തരും കേട്ടോ. അങ്ങനെ ആ സമയത്ത് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അരിയിടാന്ന് വിചാരിച്ചു. അങ്ങനെ അരിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ടേ. ഒരു 3-4 വെള്ളത്തിൽ ഞാൻ കഴുകാറുണ്ട്. എത്ര കഴുകിയാലും എനിക്ക് തൃപ്തി വരത്തില്ല. പിന്നെയും ഞാൻ 2-3 പ്രാവശ്യം കഴുകും കേട്ടോ. അങ്ങനെ കഴുകി ഞാൻ അരിയെല്ലാം അങ്ങ് കൊണ്ടിടുന്നേ. അരിക്ക് വെള്ളമൊക്കെ വെച്ച് ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കിയൊക്കെ വരുമ്പോഴത്തേനും അരിയുടെ വെള്ളം തിളയ്ക്കും. അങ്ങനെ അരിയൊക്കെ കൊണ്ടുവന്ന് കലത്തിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ പറയുന്നത്, ഇവിടെയെന്ന് വെച്ചാൽ നമ്മളെ കൊല്ലത്ത് പറയുന്നത് അരി കൊണ്ടുവന്ന് അടുപ്പിലിടുക എന്നാണ് കേട്ടോ. അടുപ്പിലിടുക എന്ന് പറയുമ്പം വേറെ ആൾക്കാർ വിചാരിക്കും അടുപ്പിനകത്താണോ അരി ഇടുന്നതെന്ന്. അങ്ങനെയല്ല, അരി അടുപ്പിടുന്നതെന്ന് പറഞ്ഞാൽ നമ്മളവിടെ പറയുന്നത് അരി കലത്തിലിട്ട് ചോറ് വേവിക്കുന്നതിന് തന്നെ അരി അടുപ്പിടുന്നതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ കണവ റെഡിയാക്കാനായിട്ട് ഇന്നലെ ബീഫ് വെച്ചതിൻ്റെ ബാക്കി കുറച്ച് ചെറിയുള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതങ്ങ് റെഡിയാക്കി എടുത്തേ. അപ്പോൾ ഉള്ളിയെല്ലാം തൊലിച്ചിട്ട് അതിൻ്റെ തൊലി ഞാൻ കൊണ്ടുവന്ന് ഞാൻ പച്ചക്കറിക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പച്ചക്കറിക്ക് കുറച്ച് ഞാൻ തൊലി ഇട്ട് കൊടുക്കാറുണ്ട്, ഉള്ളിത്തൊലി. അങ്ങനെ അതിനെല്ലാം ഇട്ട് കൊടുത്തേ. നല്ല വെയിലുണ്ട്. ഉള്ളിത്തോലൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ വിചാരിച്ച് വെയിലല്ലേ ഒന്ന് ചെടിയൊക്കെ നോക്കിക്കുക. അങ്ങനെ നമ്മുടെ തക്കാളി ചെടിയിലെല്ലാം പൂവ് വന്നിട്ടുണ്ട്. പൂവ് വന്ന് ചിലതിനകത്തൊക്കെ കായായി തുടങ്ങിയിട്ടുണ്ടേ. പിന്നെ നമ്മളെ പച്ചമുളകിനകത്തും മുളകൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. പച്ചമുളക് പക്ഷേ ഒരുപാട് പാകമായിട്ടില്ല, പറിക്കാനുള്ളതായിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ നിർത്തിയേക്കുന്നത്. ഉണ്ടമുളകിൻ്റെ തൈയൊക്കെ കുറച്ച് വളർന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും നമ്മുടെ വളർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പാവയ്ക്കൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയ പാവയ്ക്ക് അതിനകത്ത് കാണാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെടിയുടെ അപ്ഡേഷൻസ്. അങ്ങനെ ഇത് നോക്കുമ്പോഴാണ് കുളത്തിൽ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ടേ. അടയ്ക്കയ്ക്ക് വെള്ളം ഒഴിച്ചതാണ്. ഇപ്പോൾ ചൂടായതുകൊണ്ട് 2 ദിവസം കൂടുമ്പോൾ അടയ്ക്കയ്ക്ക് വെള്ളം ഒഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഈ കുളം മൊത്തം വറ്റുന്നത് കേട്ടോ. കുറേ ആകുമ്പോഴത്തേനും കുറച്ചുകൂടെയൊക്കെ വറ്റും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിയലിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ അരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരാൾ എൻ്റെ കൂടെ കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഒരു സ്റ്റൂളും കൊണ്ടിട്ടിട്ട് അതിൻ്റെ മണ്ടയിലാണ് കയറി നിൽക്കുന്നത് കേട്ടോ.
എന്നിട്ട് ഞാൻ എടുക്കുന്നത് എന്തൊക്കെയാണ്, എൻ്റെ കയ്യിൽ എന്തൊക്കെയാണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഞാൻ ചേമ്പ് അരിഞ്ഞുകൊണ്ട് നിന്നപ്പോഴാണ് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ ചേമ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അവൻ ഇതെന്താ ചേമ്പാണോ, ചേമ്പ് എന്താണ്, ചീനിയാണോ എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവൻ വെള്ളം കുടിക്കാനായിരുന്നു വന്നത്. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് അവൻ അങ്ങ് പോയേ. അപ്പോഴേക്കും ഞാൻ പിന്നെ ബാക്കിയുള്ളതെല്ലാം കൂടെ അരിഞ്ഞ് ഞാൻ റെഡിയാക്കിയിട്ട് വേസ്റ്റെല്ലാം ഞാൻ കൊണ്ടുവന്ന് പുറത്ത് കളഞ്ഞു. എന്നിട്ട് അതെല്ലാം കഴുകി അങ്ങ് വൃത്തിയാക്കി എടുത്തേ. അപ്പോൾ അവിയലിനും രസത്തിനും കണവയ്ക്കും വേണ്ടിയിട്ട് എല്ലാം അരിഞ്ഞ് റെഡിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അരിയാൻ നിന്നപ്പോഴാണ് ഗൈസ് എൻ്റെ കൈ മുറിഞ്ഞു. ആ ഞെട്ടലാണ് നിങ്ങൾ കണ്ടത്. ഇപ്പോൾ എൻ്റെ കൈ മുറിഞ്ഞിട്ട് കുറേ നാളായിരുന്നു. അപ്പം അങ്ങനെ മുറിയാതിരുന്ന കൈ ഇന്ന് മുറിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. പിന്നെ ഇതെല്ലാം കൊണ്ട് വേണം ഈ ഉള്ളിയും മുളകും എല്ലാം അരിയാനെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും എന്ത് ചെയ്യുമെന്നറിയാതെ പിന്നെ എല്ലാം നിന്നങ്ങ് അരിഞ്ഞ്. അത് കഴിഞ്ഞ് അവിയലിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ വേണമായിരുന്നു. അങ്ങനെ തേങ്ങ എല്ലാം പൊതിച്ചുകൊണ്ട് വന്നിട്ടുണ്ടേ. അവിയലിനും അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമുക്ക് രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രസത്തിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്തേക്ക് വെച്ച് നമ്മളെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് അത് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ചെറിയുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ കുരുമുളക് പൊടി നന്നായിട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. അതൊന്ന് ചെറിയതായിട്ട് ഒന്ന് വരണ്ട് വരുമ്പോഴേക്കും നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. പുളി ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. അതിനകത്ത് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നല്ലപോലെ പിഴിഞ്ഞ് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കട്ടക്കായമാണ് ഇവിടെ. അങ്ങനെ പൊടിക്കായം കിട്ടാൻ നല്ല പാടാണ് കേട്ടോ. നമ്മളെ തെക്കന്മാർ മാത്രമേ ഇവിടെ കായം ഉപയോഗിക്കാറുള്ളൂ. കാസർഗോഡ് ആരും കായം ഉപയോഗിക്കാറില്ല ഒരു കറികൾക്കും. അങ്ങനെ ദാ കായം ഇട്ട് കൊടുത്ത് ഉപ്പും ഇട്ട് ചെറിയൊരു തള വരുമ്പോഴേക്കും ഞങ്ങൾ എടുക്കുവേ. ഇനി നമുക്ക് അവിയലിന് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ജാറിലേക്ക്. അതിലേക്ക് ജീരകവും ഞാൻ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ വെളുത്തുള്ളിയും കറിവേപ്പിലയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് നമുക്ക് ഈ വേവിച്ച പച്ചക്കറിയില്ലേ, അവിയലിന് അരിഞ്ഞ് വെച്ച പച്ചക്കറി വേവിക്കാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് 10 മിനിറ്റത്തേക്ക് അടച്ചു വെക്കാം. അപ്പോഴേക്കും നമുക്ക് കണവയുടെ അരപ്പ് തയ്യാറാക്കാം. ഈ അരപ്പെല്ലാം ആദ്യമേ അങ്ങ് തയ്യാറാക്കി വെച്ചാൽ നമ്മളെ ജോലി പെട്ടെന്ന് കഴിയും കേട്ടോ. ഉള്ളിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടിയും എല്ലാം ഇട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ടേ. അപ്പോഴേക്കും നമ്മൾ അവിയൽ റെഡിയായി. കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും തൂക്കി കൊടുത്താൽ നമ്മളെ അവിയൽ റെഡി. അപ്പോഴേക്കും എന്താ മീനിൻ്റെ ഐസ് എല്ലാം പോയി വന്നിട്ടുണ്ടേ. കണവയും കടുവയാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കടുവ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കണവയാണെങ്കിൽ നമുക്ക് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളെ കൊല്ലം സ്റ്റൈല് തോരൻ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കടുവയെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഞാൻ അരപ്പ് പുരട്ടി അങ്ങ് മാറ്റി വെച്ചേ. ആ സമയത്ത് നമുക്ക് കണവയെല്ലാം ക്ലീൻ ചെയ്തെടുക്കാം. കണവ ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ടേ. എന്നിട്ട് നമുക്ക് കണവത്തോരൻ വെക്കാനായിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനകത്തേക്ക് കറിവേപ്പില, പച്ചമുളകും പിന്നെ ചെറിയുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഉള്ളി വഴണ്ടും കിട്ടും. അതിനുശേഷം നമുക്ക് കടവേല ഇട്ട് കൊടുത്ത് അരപ്പ് കൊടുത്ത് അങ്ങ് റെഡിയാക്കി എടുക്കാം. അപ്പോഴേക്കും നമ്മളെ കറി എല്ലാം റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ മെയിൻ ഫുഡ് അടിയാണേ. സാധാരണ ഞാനൊരു 2:30 ആകുമ്പോഴാണ് ഫുഡ് കഴിക്കാറ്. ഇന്നതാ നല്ല കറികളൊക്കെ ഉള്ളതുകൊണ്ട് ഇക്കയുടെ കൂടെ തന്നെ ഇന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇക്കക്ക് ചോറ് ഞാൻ വിളമ്പുന്നുണ്ടേ. ചോറെല്ലാം വിളമ്പി കറികളെല്ലാം ഞാൻ വേറെ പാത്രത്തിനൊക്കെ ആക്കി കൊണ്ടുവന്ന് വെക്കുന്നുണ്ടേ. അപ്പോൾ ആനാൻകുട്ട എന്തൊക്കെ കറികളുണ്ടെന്നാണ് വന്ന് നോക്കിയിട്ട് പോയത്. രസം കണ്ടിട്ട് അവ ഓടിക്കളഞ്ഞേട്ടാ. ഇന്ന് മോര് കറിയില്ലേ എന്ന് ചോദിച്ചിട്ടാണ് ഓടിയത്. എന്നിട്ട് അത് തന്നെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് മോര് കറിയില്ലേ, എനിക്ക് മോര് കറിയില്ലേ എന്ന് മാത്രം പറയുന്നുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ വന്നിരുന്ന് അവയിലും കൂട്ടി തിന്നാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. മടിയിൽ പാത്രമുണ്ട്, എന്നാലും എങ്ങനെ നോക്കിയിരിക്കുകയാണ്. പിന്നെ ഞാൻ വാരിയൊക്കെ കൊടുത്തിട്ട് പിന്നെ കൊണ്ടുപോയി കുളിപ്പിച്ചു കേട്ടോ. കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ പുറത്തൊന്നും അങ്ങനെ ഇറക്കത്തില്ല ഞാൻ. പിന്നെ ഞാൻ പോയി തുണി അങ്ങ് കഴുകിയിട്ടേ. തുണി കഴുകാണ് ഏറ്റവും വലിയ ജോലി. അങ്ങനെ ആ വലിയ ജോലി ഇന്നങ്ങ് കഴിഞ്ഞിട്ടേ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തുടയ്ക്കാനായിട്ട് അങ്ങ് കയറിയിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് അഴുക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡെയിലി അങ്ങനെ തുടയ്ക്കാറില്ല, എന്നാലും അഴുക്കാകുമ്പോൾ അപ്പോൾ എപ്പോഴും തുടയ്ക്കുമായിരുന്നു. അങ്ങനെ തുടച്ചിട്ട് ഞാൻ തലമുടിയിൽ എണ്ണയൊക്കെ തേക്കാനുണ്ടായിരുന്നു. അങ്ങനെ എണ്ണയൊക്കെ തേച്ച് കുളിച്ചിട്ട് വന്നേട്ടാ. കുളിച്ചിട്ട് വന്നപ്പോഴേക്കും സാസിൻ സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തുണിയൊക്കെ മടക്കി വെച്ചിട്ട് മോൻ കൊണ്ടുപോയ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും കുപ്പിയും എല്ലാം അങ്ങ് കഴുകി വെച്ചേ. പിന്നെ നല്ലൊരു ഉറക്കം ഉറങ്ങി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനൊരു 5 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ്. ഇപ്പം ഇക്ക കിടക്കുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു എനിക്കൊരു 5 മണിയാകുമ്പോൾ എണീറ്റ് ചായ ഇട്ട് വെച്ചിട്ട് എന്നെ വിളിക്കണേന്ന് പറഞ്ഞിരുന്നു. ഷീറ്റ് അടിക്കാനുണ്ട്. അപ്പോൾ 2 ദിവസത്തെ ഷീറ്റോളം ഉണ്ട്. അപ്പോൾ പിന്നെ
നേരത്തെ വിളിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വന്ന് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ എന്ന് വെച്ചാൽ ഇന്ന് എന്നും കട്ടൻ ചായയാണ് വൈകുന്നേരം കുടിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കട്ടൻ കാപ്പി ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെതാ ഞങ്ങൾ 4 പേർക്കും വേണ്ടിയിട്ട് കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് ഞങ്ങൾ വെളിയിൽ വന്ന് വൈകുന്നേരം നമ്മൾ ചായയൊക്കെ ഇങ്ങനെ വെളിയിൽ വന്ന് നിന്നാണ് കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ സാസിൽ നിന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് പുട്ടായിരുന്നു കൊണ്ടുപോയിട്ടുള്ളത് കൊണ്ട് ഞാൻ വൈകുന്നേരം വന്നപ്പോഴേ ചോറങ്ങ് കൊടുത്തു കേട്ടോ. അപ്പം നമ്മൾ ചായ കുടിക്കുന്ന നേരത്ത് അവൻ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടാണ് അവൻ കഴിക്കുന്നത്. ചോറ് തിന്നുന്നതേ വലിയ ഇഷ്ടമല്ല. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ അവൻ കഴിച്ചു പോകുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇക്ക പറഞ്ഞു, പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ റോഡിൽ പോയിട്ട് വരാം. അപ്പം മോന് നാളെ സ്കൂളിലൊക്കെ പോകാനുള്ളതല്ലേ, അപ്പം എന്തെങ്കിലുമൊക്കെ പച്ചക്കറി മേടിക്കേണ്ടതുണ്ട്. ഞാൻ അപ്പം നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ ഒന്ന് ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് വരട്ടെ. പിന്നെ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ ഒഴിക്കാൻ നല്ല പാടാണ് കേട്ടോ. പിന്നെ രാത്രി എനിക്ക് വെളിയിൽ ഇറങ്ങാനും നല്ല പേടിയാണ്. അപ്പോൾ പിന്നെ ഒഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇക്ക 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കണേ. അങ്ങനെ ഞാൻ ആ സ്പീഡിനാണ് ഇങ്ങനെ പോയിട്ട് വെള്ളം ഒഴിച്ച് ഇങ്ങനെ പോകുന്നത് കേട്ടോ. നല്ല സ്പീഡിനാണ് വെള്ളം ഒഴിച്ചിട്ട് പോയത്. അങ്ങനെതാ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞങ്ങൾ പോകാൻ റെഡിയായി. അങ്ങനെതാ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ കുറച്ച് പച്ചക്കറി, ബേക്കറി അങ്ങനെയൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ പോവാണ് കേട്ടോ. അപ്പോൾ പോകാൻ ഇറങ്ങിയപ്പോഴേക്കും നല്ല തണുപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ മഞ്ഞൊക്കെ മൂടി കിടക്കുന്നുണ്ടല്ലേ. ഒന്നാമതേ ജലദോഷമായിട്ടിരിക്കുക, അതിൻ്റെ കൂടെ ഈ മഞ്ഞും കൂടെ കൊള്ളുമ്പോഴത്തേക്കും എനിക്ക് നല്ല കൂടും കേട്ടോ. എനിക്ക് സൗണ്ട് ഇപ്പം തന്നെ ഒരു വല്ലാതെ ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഇങ്ങനത്തെ വളവുകളും തിരിവുകളും ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ പോകുന്ന വഴിയിൽ. ഈ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അധികം വണ്ടികളൊന്നും കാണത്തില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ശാലമായിട്ട് പോകാം കേട്ടോ. മക്കളെ രണ്ടുപേരും വീട്ടിൽ നിർത്തിയിട്ടാണ് ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പച്ചക്കറി വാങ്ങിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എനിക്കിഷ്ടമുള്ള സാധനങ്ങളാണ് ഞാൻ തിരഞ്ഞുപിടിച്ച് എടുക്കുന്നത്. കടക്കാരും എടുത്ത് തരത്തില്ല. എനിക്ക് വേണ്ടുന്ന പച്ചക്കറികൾ ഞാൻ ഫ്രഷ് നോക്കി ഞാൻ തന്നെ എടുത്ത് വെക്കുന്നത് കേട്ടോ. അതാ സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ വേണമായിരുന്നു. അങ്ങനെ അതെല്ലാം ഞങ്ങൾ വാങ്ങിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും നല്ല ഇരുട്ടായി. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേനും ഇതാ രണ്ടുപേരും അടുത്ത് പഠിക്കാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇതാ ഇവിടെ കളിയും ചിരിയും ഒക്കെ ആയിരുന്നു കേട്ടോ. രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ട് പാടി കളിക്കുന്നതാണ് ഈ കേൾക്കുന്നത്. ഒരാൾ പാടും, ഒരാൾ ഡാൻസ് കളിക്കും. പിന്നെ ഞാൻ രണ്ടുപേരുടെ വരട്ടി പഠിപ്പിക്കാൻ ഇരുത്തി. അങ്ങനെ ഒരാൾ വന്നതാ പേടിച്ച് നിന്ന് അക്ഷരമൊക്കെ എഴുതി തരുവാണ് കേട്ടോ. എന്തായാലും കളിയും ചിരിയൊക്കെ കൊണ്ട് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ലെങ്കിലും അക്ഷരമെല്ലാം എഴുതി തരുന്നുണ്ട്. പിന്നെ ആലോചിച്ചും കണ്ടൊക്കെ ഇടയ്ക്ക് മറന്നു പോകുമ്പോഴത്തേനും ആദ്യം തൊട്ടേ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ എഴുതി തരുന്നത് കേട്ടോ. അങ്ങനെ അടുത്ത ആൾ അപ്പുറത്ത് പഠിക്കാൻ ഇരിക്കുന്നുണ്ട്. ഒരാളെ വഴക്ക് പറഞ്ഞാൽ മതി കേട്ടോ, അടുത്ത ആൾ പേടിച്ചൊന്നിരുന്നോളും. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പുറത്തെ ഒരാൾ ഇരുന്ന് പഠിക്കാനിരിക്കുന്നുണ്ടേ. പോയപ്പോഴേ പഠിക്കാനിരുന്നതാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ രണ്ടുപേർക്കും ചോറൊക്കെ നേരത്തെ കൊടുത്തതുകൊണ്ട് പഠിച്ചിട്ട് കിടന്ന് ഉറങ്ങാനുള്ള പുറപ്പാടാണ്. അപ്പോൾ അങ്ങനെ അക്ഷരമെല്ലാം എഴുതി തന്നിട്ട് രണ്ടുപേരും പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത്. കിച്ചണിലെ പരിപാടികളും പിന്നെ മക്കളെ നോക്കലും ഒക്കെയാണ് എൻ്റെ പരിപാടികൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബായ്.